പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ അയോധ്യ ഉത്സവ ലഹരിയിലാണ്. രാമക്ഷേത്രവും പരിസര പ്രദേശങ്ങളിലും പുഷ്പങ്ങളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ ചിത്രങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടു. അയോധ്യയിൽ നിന്നും ബി ബാലഗോപാലും അനൂപ് ദാസുമുണ്ട്. അനൂപ് ദാസിലേക്ക് പോവുകയാണ്. അനൂപ്, ഒരുക്കങ്ങൾ പൂർത്തിയായോ എന്ന് ചോദിക്കുന്നില്ല. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, എല്ലാത്തിനും സജ്ജമാണ് എന്നറിയാം. പൂക്കൾ കൊണ്ട് എല്ലാ സ്ഥലങ്ങളും അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ അലങ്കാരങ്ങൾ നാളേക്ക് വീണ്ടും ചെയ്യുമോ അതോ നാളേക്ക് കൂട്ടി ഇന്ന് തന്നെ ചെയ്യുകയാണ്? പൂക്കൾ ഇവിടെ വളരെ പെട്ടെന്നൊന്നും അങ്ങ് വാടിപ്പോവില്ല. കാര്യം നല്ല തണുപ്പുണ്ട്, കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് ഇന്ന് പുറത്ത് കാണുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരം ഇങ്ങനെ തന്നെ തുടരും. ഉള്ളിലേക്കൊക്കെ നാളെയും വീണ്ടും അലങ്കാരങ്ങളാണ്. നമുക്കിതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇത് പ്രധാന കവാടമാണ് ഈ കാണുന്നത്. പോലീസുകാരൊക്കെ ഉണ്ട്. പ്രധാന കവാടമാണ്. ആ കവാടത്തിൽ നോക്കൂ, പൂക്കൾ കൊണ്ട് എഴുതുന്നു. സമീപത്തൊക്കെ പൂക്കൾ കൊണ്ട് തന്നെയാണ് അലങ്കരിച്ചത്. ഉള്ളിലേക്കൊക്കെ പൂക്കളാണ്. ഈ വിഗ്രഹത്തിൽ അർച്ചന നടത്താൻ തന്നെ ഏതാണ്ട് 50 കിലോ പൂവുകളാണ് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും കൊണ്ടുവരുന്ന പനിനീർ പൂക്കൾ, മുല്ല ഒക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങൾ എല്ലാം അവസാന ഘട്ടത്തിലാണ്. എനിക്കിപ്പം ബി ബാലഗോപാൽ കൂടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് ദിവസമായി അയോധ്യയിലുണ്ട്. ബാലു, എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇന്ന് ഈ അവസാനവട്ട ഒരുക്കങ്ങൾ, അതായത് ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് പറയുമ്പോഴും ഈ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്ന് 2 തരത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ഈ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഈ അമ്പലത്തിനുള്ളിൽ, ക്ഷേത്രത്തിനുള്ളിൽ ഈ അഭിഷേകങ്ങളും മറ്റും നടക്കുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ ദിവസത്തെ അഭിഷേക ചടങ്ങാണ് നടക്കുന്നത്. ഇന്ന് പ്രധാനമായും പുഷ്പങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വെള്ളം, അതുപോലെ പാൽ, അരി, ഔഷധങ്ങൾ, ഈ 5 സാധനങ്ങൾ കൊണ്ടുള്ള അഭിഷേകമാണ് ഇന്ന് നടക്കുന്നത്. മറ്റ് കാര്യങ്ങൾ ഈ നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ തന്നെ പുഷ്പാലങ്കൃതമാണ്. ഇന്നലെ രാത്രി അനൂപ് കണ്ടിരുന്നല്ലോ, നല്ല ഈ ദീപം കൊണ്ടൊക്കെ, അതായത് സാധാരണ ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഈ ഓണാഘോഷത്തിൻ്റെ സമയത്ത് എങ്ങനെയാണോ ഈ നഗരവീതി അലങ്കരിക്കുന്നത് അതിൻ്റെയൊക്കെ 10 മടങ്ങ് അപ്പുറത്തുള്ള ഒരു ദീപാലങ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ആൾക്കൂട്ടമായിരുന്നു. ഇന്ന് അത്രത്തോളം ആൾക്കൂട്ടമൊന്നുമില്ല, കാരണം ഇന്ന് വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നേരത്തെ അയോധ്യയിലെത്തിയവർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അവർ ഇവിടെ നിന്ന് പോയിട്ടില്ല. അവരാണ് ഇപ്പോഴും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാത തന്നെ നമ്മൾ പറയുമ്പോൾ ഇപ്പം ബാലു തന്നെയാണെങ്കിൽ ഇവിടെ വിധിയുടെ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. 2019 വിധിയുടെ സമയത്ത് വന്നിട്ടുണ്ട്. അന്ന് ഞാനില്ലായിരുന്നു. വിധിക്ക് മുമ്പ് ഞാൻ 5 തവണ ഞാൻ അയോധ്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇത് രാംപത്താണ്, രാമന്റെ വഴി. ഈ പാത, ഈ നിന്ന സ്ഥലം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ദൃശ്യങ്ങൾ കൂടി കാണിച്ചു കൊടുക്കാം. ഒരു ക്യാമറ ഈ പാതയുടെ ദൃശ്യങ്ങൾ പകർത്തും. വളരെ ഇടുങ്ങിയ റോഡായിരുന്നു. കാരണം ഈ അയോധ്യയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വികസനം സ്വാഭാവികമായി ഈ ക്ഷേത്രമൊക്കെ വരുന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു വികസനമാണ്. പക്ഷേ ആ വികസനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടായ ഒരു വികസനമാണ് ഉണ്ടായത്. പണ്ട് ഇതൊക്കെ വളരെ ഒരു ഇടുങ്ങിയ ഇതായിരുന്നു. ഈ 2 ഭാഗത്തും ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ വീടുകൾ, ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, അതായത് ഈ പൊളിഞ്ഞു വീഴാറൊക്കെ ആയി നിൽക്കുന്ന തരത്തിലൊക്കെ ഉള്ള വീടുകളൊക്കെ ആയിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ ഇവിടെ ഈ പുതിയ കൺസ്ട്രക്ഷൻസ് വരെയാണ്. ഇതിൽ ഈ കൺസ്ട്രക്ഷൻസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മഞ്ഞ പെയിൻറ്റ്, അതായത് സ്വർണ്ണ നിറത്തിലുള്ള മഞ്ഞ പെയിൻറ്റുകൾ അടിച്ച കടകളാണ് ഉള്ളത്. ഇവിടെ പുതിയ നിയമപ്രകാരം ഈ പെയിൻറ്റും ഈ ആകൃതിയിലുള്ള കൺസ്ട്രക്ഷൻ മാത്രമേ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ഈ പ്ലാന്റ് സിറ്റീസിൽ, അതായത് ജയ്പൂരിൽ, ഉദയ്പൂരിൽ ഒക്കെ, ജയ്പൂരിലെ പിങ്സ് ഏക സ്വഭാവം വരുത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിപ്പം ഈ വികസനം പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല, കാരണം ഇപ്പോഴും ഈ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ പൂർത്തിയാക്കാൻ ഏതാണ്ട് 1-2 വർഷമൊക്കെ ആവും. ഞാനിവിടെ കണ്ട ഈ അയോധ്യയിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ ചിത്രങ്ങളെക്കാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുടെ വിവരണമൊക്കെയാണ് അയോധ്യയിലെ ക്ഷേത്രത്തിനടുത്ത് പോലും കൂടുതൽ കാണാൻ പറ്റുന്നത്. അത് തന്നെ പറയുമ്പോൾ 85,000 കോടി രൂപയുടെ വികസനമാണ് 10 വർഷത്തേക്ക് മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ UP സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നടപ്പിലാക്കുന്നത്. 37,000 കോടി രൂപ UP സർക്കാരിൻ്റെ ബജറ്റാണ്. ഇത്ര വലിയ വികസനമാണ് അയോധ്യ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് 10 വർഷം കൊണ്ട് നടപ്പിലാക്കുന്നതും കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. നാളെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കും. നാളെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രധാനമന്ത്രിയുടെ, അതായത് ഈ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിഷേകങ്ങൾ
അത് 18-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, അതായത് ഈ പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും അവസാനത്തെ ചടങ്ങുകൾ നാളെ നടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ടൈം ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് എത്തുമെന്നായിരുന്നു. കാരണം ഉത്തരേന്ത്യയിലെ ഈ കാലാവസ്ഥാ പ്രശ്നമൊക്കെ കാരണം പ്രധാനമന്ത്രിയുടെ ഫ്ലൈറ്റ് ഏതെങ്കിലും കാരണവശാൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ, നാളെ രാവിലെ എങ്ങാനും മഞ്ഞെങ്ങാനും ഒക്കെ ആണെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് പ്രധാനമന്ത്രി ആ റിസ്കിലേക്ക് പോകാതെ ഈ മുഹൂർത്തം പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് വരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലാണ്. തുടർച്ചയായി 2ാം ദിവസമാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത്. പ്രധാനമന്ത്രി നാളെ രാവിലെ 10:25 അയോധ്യയിലെ പുതിയ വിമാനത്താവളത്തിൽ എത്തുന്നത്. ഏതാണ്ട് 15 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വിമാനത്താവളം. അവിടെ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ അയോധ്യയ്ക്ക് സമീപത്തുള്ള 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹെലിപാഡിൽ എത്തുന്നതായിരിക്കും. 10:45 അവിടെ എത്തുന്ന പ്രധാനമന്ത്രി 10:55 ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തുന്നത്, അതായത് ക്ഷേത്രത്തിൽ എത്തുന്നത്, ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നത്. തുടർന്ന് 11 മണി മുതൽ 12 മണി വരെ പ്രധാനമന്ത്രിയുടെ പരിപാടി എന്താണ് എന്ന് ഇതുവരെയും ഈ ഔദ്യോഗികമായി സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം അത് നേരത്തെയൊക്കെ പല ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി സരയൂ നദിയിൽ പോയി കുളിക്കും, അവിടെ നിന്ന് കുളിച്ചതിന് ശേഷം അദ്ദേഹം നടന്നു വന്ന് ഇവിടെ ഹനുമാൻ ഗഡിയിൽ എത്തും. തുടർന്ന് ഹനുമാന്റെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങിലേക്ക് എത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചുള്ളൊരു ക്ലാരിറ്റി നമുക്കിപ്പോൾ നൽകാൻ വേണ്ടി കഴിയില്ല. കാരണം അത് ഔദ്യോഗികമായി സർക്കാർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി സരയൂൽ പോകുമ്പോൾ ഹനുമാൻ ഗഡിയിൽ പോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ ചടങ്ങുകൾക്ക് ശേഷം, അതായത് 12:55 വരെ പ്രധാനമന്ത്രി ഈ ചടങ്ങുകളുടെ ഭാഗമായി ഈ അയോധ്യയിലെ ക്ഷേത്ര പരിസരത്ത് ഉണ്ടാകുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇതിനോടകം തന്നെ പറഞ്ഞു കേൾക്കുന്നത് ഏതാണ്ട് ഈ 10-12 പേർ ഈ പ്രസംഗം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയൊക്കെ പലതരത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാന്ദി കുറിക്കുന്ന ഒരു പ്രസംഗമായിരിക്കുമോ, ഒരു രാഷ്ട്രീയ പ്രസംഗമായിരിക്കുമോ, ഒരു ആത്മീയ പ്രസംഗമായിരിക്കുമോ പ്രധാനമന്ത്രി നടത്തുക എന്ന കാര്യത്തിൽ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്ക് അതിലേക്ക് കൂടി വരണം, അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കൂടി നമുക്ക് വരണം. അതിനു മുൻപ്, ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ അയോധ്യ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ ഒരാൾ ഇവിടെ എത്തുന്നു നാളെ. 5 ജഡ്ജിമാർക്കും ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസുമാരായിരുന്ന രഞ്ജൻ ഗൊഗോയ്, അതുപോലെ തന്നെ അതുപോലെ എസ്.എ. ബോബ്ഡെ, ബെഞ്ചിലെ അംഗമായിരുന്ന അബ്ദുൾ നസീർ, അദ്ദേഹം ഗവർണറാണ്. അതിനു പുറമെ ബെഞ്ചിലെ മറ്റൊരു അംഗമായിരുന്ന അശോക് ഭൂഷൺ, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. ഈ 5 പേർക്കായിരുന്നു ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നത്. ഇതിൽ ജസ്റ്റിസ് അശോക് ഭൂഷൺ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വൈകിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അയോധ്യയിൽ എത്തുന്നതായിരിക്കും. അത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബോബ്ഡെ, അതായത് അന്നത്തെ ആ ബെഞ്ചിലെ രണ്ടാമനായിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബോബ്ഡെ. ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ പങ്കെടുക്കുന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം അദ്ദേഹം ഇതുവരെയും വരില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വരുമെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനകത്തൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. എന്നാൽ സുപ്രീം കോടതിക്ക് പ്രവൃത്തി ദിനമായതിനാലൊക്കെ ആകാം, അത് എന്താണെന്ന് അറിയില്ല. ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഏതായാലും വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. രാജ്യസഭാംഗമായ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, അന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയിരുന്ന ഈ രഞ്ജൻ ഗൊഗോയ്, അദ്ദേഹം അസാമിലാണ്, അദ്ദേഹവും വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അശോക് ഭൂഷണെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്നു. അശോക് ഭൂഷണാണ് ഈ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ ഒരു അനുബന്ധ വിധി ഉണ്ടായിരുന്നു. ആ വിധി എഴുതിയിരുന്നത്, അതിൽ പേരൊന്നും വെച്ചിട്ടില്ല, പക്ഷേ അത് പിന്നീട് ജസ്റ്റിസ് അശോക് ഭൂഷൺ ആണെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ജസ്റ്റിസ് അശോക് ഭൂഷൺ നാളെ പ്രധാനമന്ത്രി നടത്തുന്ന ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി അയോധ്യയിൽ എത്തുന്നതായിരിക്കും. അനുപ, അതിനോടൊപ്പം തന്നെ നാളെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ ആരും തന്നെ അയോധ്യയിൽ എത്തുന്നില്ല. അവരെവിടെയൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകർക്ക് ഒരു കൃത്യമായ ഒരു വിവരം നൽകാൻ കഴിയും. ഉറപ്പായും ഈ പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് നമുക്ക് പറയാം, പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകുമ്പോൾ നടക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് പ്രതിപക്ഷം ഒന്നിച്ചാണുള്ളത്. അത് മമതാ ബാനർജി ആണെങ്കിൽ, കോൺഗ്രസ് ആണെങ്കിൽ, CPM ആണെങ്കിൽ, JDUയും RJDയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു. 28 പാർട്ടികൾ. ആ പാർട്ടികളിൽ നിന്ന് ആരും ഇവിടേക്ക് എത്തുന്നില്ല. വിശ്വാസികളായ ആളുകളൊക്കെ തന്നെ ആ പാർട്ടികളിലുണ്ട്. പക്ഷെ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് മമതാ ബാനർജി നാളെ കാലിഘട്ടിലാണ്.
കാളിഘട്ടിൽ അവർ ക്ഷേത്ര ദർശനം നടത്തും. അതിനൊപ്പം തന്നെ ഒരു മതസൗഹാർദ്ദ റാലി നടക്കുന്നുണ്ട്. ഇവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ബംഗാളിൽ ഒരു മതസൗഹാർദ്ദ റാലി നടക്കും. അതിന്റെ ഏറ്റവും മുന്നിൽ മമതാ ബാനർജിയുടെ പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ മമത മാത്രം മുന്നില്, കുറച്ചു മുന്നിൽ, ബാക്കി എല്ലാ ആളുകളും പിറകിലായിരിക്കും. മമത കുറച്ചു മുന്നിൽ നയിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്, ഗംഭീര കാഴ്ചയാണ്. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് ബംഗാളിൽ കാണാൻ പറ്റും നാളെ. ഡൽഹിയിലാണെങ്കിൽ ഹനുമാൻ ക്ഷേത്രവും രാമക്ഷേത്രവും സന്ദർശിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അതിനപ്പുറത്ത് മറ്റൊന്ന് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസ് അസമിലൂടെയാണ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അസമിലെ ഒരു ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി നാളെ കാമാഖ്യ ക്ഷേത്രം സന്ദർശിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഏത് ക്ഷേത്രം കൃത്യമായി പറയുന്നില്ല.